ഐ അങ്ങോട്ട് പൊതിക്കടാ കുട്ടാ. സാധനം പൊതിച്ചെടുത്തു. ഈ സാധനം എങ്ങനെയാണെന്ന് പൊട്ടിച്ചെടുക്കുക. മര്യാദക്ക് പൊട്ടിക്കാനായിട്ട് ഒരു സാധനം കറക്റ്റ് കിട്ടില്ല. പൊട്ടി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തവിടുപൊടിയായിട്ട് പോകും. എന്റെ മക്കളെ അതിനുള്ള സാധനല്ലേ. ഇതെന്തൊരു സംഭവം? ചോറിനാ പോണ മമ്മി? ഇതാണ് അതിനുള്ള സംഭവമാണിത്. ഇതെന്നിട്ട് ഇതിലിട്ട് തേങ്ങ പൊട്ടിക്കാം. തേങ്ങ പൊട്ടിക്കുന്നത് അതെ. അടിയില് ഗ്രിപ്പ് ഉണ്ട്, തെന്നി പോകാൻ. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്. നീ പൊട്ടിച്ചോക്ക്. പൊട്ടിച്ചോക്ക്. ഉറപ്പാണോ? പൊട്ടിച്ചു നോക്കടാ. അപ്പൊ മക്കളെ ദേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കാം. അതിന് പറ്റിയൊരു സാധനം ഉള്ള ഇരിക്കണേ. നിങ്ങക്ക് വീട്ടിലേക്ക് ഇത് വാങ്ങിക്കാല്ലേ? വീട്ടിലേക്ക് ഇത് മേടിക്കാം. അപ്പൊ നമ്മളിത് വാങ്ങിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഉപയോഗിച്ച് നോക്കിയാണ്. വീഡിയോസിലൊക്കെ കണ്ടപ്പോ ഈ സംഭവം ഇങ്ങനെ ഒറ്റ കുത്തിന് സാധനം പൊട്ടണതായിട്ടാണ് കണ്ടേ. അത് കണ്ടിട്ടാണ് മമ്മി പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. ടെസ്റ്റ് ചെയ്ത് നോക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാല്ലേ? സാധനം നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇത് വർക്ക് ചെയ്യോ ഇല്ല എന്നുള്ളത് അറിയണമല്ല. അതുപോലെ തന്നെ ഇതിന്റെ തേങ്ങ വെള്ളം പിന്നെ വേറെ പുറത്തേക്ക് പോവില്ല. നമ്മള് പൊട്ടിച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇതിന്റെ വെള്ളം ഇതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും. അതുപോലെ തന്നെ കറക്റ്റ് രണ്ടായിട്ട് പൊട്ടുന്നതാണ് അവര് നിർമ്മാതാക്കള്. മമ്മിയൊക്കെ ഇവിടെ ഇരിക്കാണ് നോക്കി ഇത് പൊട്ടിക്കണോ. അത് നോക്കണോട്ടോ, ഭയങ്കര ഇതില് പൊട്ടിക്കരുത്. കൈമേല് കയറും. ഇതിന്റെ ഈ സാധനം കൈമേല് കയറും. കറക്റ്റ് നടുവിന് പിന്നെ തെന്നി പോവില്ല. കണ്ടാ ഇങ്ങനെ തെന്നി പോവില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒറ്റടിക്ക് തേങ്ങ ഉണ്ടാക്കണ സാധനം ഉണ്ടാക്കണമെന്നാണ് പറയണത്. രണ്ടായി ഞങ്ങളൊന്നും പറയരുത്. രണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഒറ്റടി സംഭവിച്ചില്ല. ഒറ്റടി പറ്റില്ല, രണ്ടടി പറ്റില്ല. പക്ഷേ മൂന്നടി പറ്റില്ല, നാലാമത്തെ അടിക്ക് പറ്റും. യെസ് ഗൈസ്, സംഭവം വർക്കിംഗ് ആണ്. അടിപൊളിയാണ്. പക്ഷേ നമ്മ കൈ പോകുന്ന എഴുതിട്ടാണ് സ്ലോ ആയിട്ട് പൊട്ടിച്ചത്. ഒറ്റടിക്ക് പൊട്ടണ സൈസ് ഇതാണ്. പക്ഷേ വെള്ളം ഒരു തുള്ളി പുറത്തു പോയില്ല. അത് നമുക്ക് ഗ്യാരണ്ടി മതി. തേങ്ങയും പൊട്ടി അത് മര്യാദക്ക് പിടിച്ച് പൊട്ടിക്കണ്ട. നമുക്കത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ കുടിച്ചു നോക്കാം. അത് ശരി. നല്ല മധുരമുള്ള വെള്ളം കഴിച്ചു. തേങ്ങ വെള്ളം നല്ല മധുരം. അപ്പൊ തേങ്ങ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയാണ്. അത് ശരി. ഇതും തൊട്ട് രണ്ടുപേരും കുടിച്ചോണ്ട്. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് വീട്ടില് തേങ്ങ ഒറ്റടിക്ക് രണ്ടാക്കണ ഈ സാധനം വാങ്ങിക്കാം. ഇത് നമ്മളെ ബുക്ക് ചെയ്തപ്പോ സൈസ് ചെറുതായി പോയി. ഇതിന്റെ വലിയ സൈസ് ഉണ്ട്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ വീട്ടില് ഭാര്യമാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഇത്രയൊക്കെ മതി. മമ്മിയുടെ അഭിപ്രായത്തിൽ അങ്ങനെ കൊള്ളാലെ സംഭവം. നമ്മ കൈക്ക് വെട്ടണേക്കാളും കുറച്ചും കൂടി കൈക്കിന്ന് വെച്ചാൽ മമ്മിയുടെ കൈക്ക് ഒട്ടും പറ്റില്ല. ഇപ്പൊ ഇവനോട് ഞാൻ പറഞ്ഞേ സ്ലോവില് വെട്ടിക്കോളാം. അത് ഇത് കൂർമനായിട്ട് നിക്കണേന് കൈ അങ്ങനെ അടിച്ച പടി കൊണ്ടുകൊണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു ഇത് കിട്ടാഞ്ഞേ. അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയാനെ. അപ്പൊ എല്ലാവരും ഈ സാധനം നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് നമ്മള് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും അതിൽ കയറി വാങ്ങിക്കുക. ഇതിന്റെ വലിപ്പം കുറച്ചുകൂടി കൂടുതൽ വാങ്ങിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തുള്ളൂ. കാരണം ഇത് കുറച്ച് ചെറിയതായിട്ട് എനിക്ക് തോന്നണേ. ഞാനിത് വലുതായിരിക്കും വിചാരിച്ച ബുക്ക് ചെയ്ത്, പക്ഷെ ഇത് ചെറുതാണ് നമുക്ക് വന്നത്, ബുക്ക് ചെയ്ത് വന്നത്. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ കയറി വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവര്. അപ്പൊ മക്കളെ ഓക്കേ.